നമുക്ക് ചുറ്റുമുള്ള വാഹനലോകം കാലാകാലങ്ങളിൽ പല ഐക്കണുകളെയും സംഭാവന ചെയ്തിട്ടുണ്ട്. എന്നാൽ കേവലം ഒരു വാഹനമെന്നതിലുപരി കരുത്തിന്റെയും ധൈര്യത്തിന്റെയും അമേരിക്കൻ മസിലിന്റെയും പ്രതീകമായി മാറിയ ഒരൊറ്റ പേരുണ്ട്. അതാണ് ഹമ്മർ. യുദ്ധക്കളങ്ങളിലെ പരുക്കൻ ജീവിതത്തിൽ നിന്ന് ആരംഭിച്ച് ഹോളിവുഡ് താരങ്ങളുടെയും സാധാരണക്കാരുടെയും ഗാരേജുകളിലേക്ക് കടന്നുവന്ന ഈ വാഹനത്തിന്റെ ചരിത്രം സാങ്കേതിക വിദ്യയുടെയും വിപണന തന്ത്രങ്ങളുടെയും ഒരു സങ്കീർണമായ കഥയാണ്. സൈനിക ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ഒരു യന്ത്രം എങ്ങനെ ഒരു ആഗോള പ്രതിഭാസമായി മാറി, പിന്നീട് വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായി, ശേഷം ഒരു ഇലക്ട്രിക് ഭീമനായി പുനർജനിച്ചു എന്നതിനെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. ഹമ്മറിന്റെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത് യുദ്ധക്കളങ്ങളിലാണ്, പ്രത്യേകിച്ച് അമേരിക്കൻ സൈന്യത്തിന്റെ ആവശ്യങ്ങളിൽ. 1970കളുടെ അവസാനത്തോടെ അമേരിക്കൻ സൈന്യം അവരുടെ പഴയ ജീപ്പുകൾക്കും മറ്റ് ലൈറ്റ് ട്രക്കുകൾക്കും പകരമായി കൂടുതൽ കരുത്തും വൈവിധ്യമാർന്ന കഴിവുകളുമുള്ള ഒരു പുതിയ വാഹനം തേടുകയായിരുന്നു. സൈന്യത്തിന്റെ ആവശ്യകതകൾ വ്യക്തമായിരുന്നു. ടഫായ ഭൂപ്രദേശങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയണം, ഭാരം വഹിക്കാനുള്ള ശേഷി വേണം, കൂടാതെ വ്യത്യസ്ത ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കണം. ഇതിനായി സൈന്യം മുന്നോട്ട് വെച്ച പദ്ധതിയാണ് HMMWV ഹംവി, അല്ലെങ്കിൽ ഹൈ മൊബിലിറ്റി മൾട്ടിപർപ്പസ് വീൽഡ് വെഹിക്കിൾ. ഈ ആവശ്യകതകളോട് പ്രതികരിച്ചുകൊണ്ട് നിരവധി കമ്പനികൾ മത്സരിച്ചെങ്കിലും AM ജനറൽ എന്ന അമേരിക്കൻ നിർമ്മാതാക്കളാണ് വിജയിച്ചത്. 1983-ൽ AM ജനറലിന്റെ ഡിസൈൻ സൈന്യം തിരഞ്ഞെടുത്തു. ഇതോടെ ഹംവിയുടെ വൻതോതിലുള്ള നിർമ്മാണം ആരംഭിച്ചു. ഹംവിയുടെ രൂപകൽപ്പന യുണീക്ക് ആയിരുന്നു. അതിവിശാലമായ ട്രക്ക്, വീതിയേറിയ ടയറുകൾ, ചതുപ്പിൽ പോലും ആഴ്ന്നു പോകാതെ സഞ്ചരിക്കാൻ സഹായിച്ചു. ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്, വാഹനത്തിന്റെ അടിവശം ഭൂമിയിൽ നിന്ന് വളരെ ഉയരത്തിലായതുകൊണ്ട് ഇത് വലിയ പാറകളും തടസ്സങ്ങളും മറികടക്കാൻ സാധ്യമായി. പരുക്കൻ രൂപകൽപ്പന കൊണ്ട് അമിതമായ ചൂടിലോ തണുപ്പിലോ കുഴപ്പമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു നിർമ്മാണം. ഈ വാഹനങ്ങൾ സൈനികർക്കിടയിൽ പെട്ടെന്ന് തന്നെ ഹംവി എന്ന വിളിപ്പേരിൽ പ്രശസ്തമായി. ഹംവി സൈനിക രംഗത്ത് തന്റെ കഴിവുകൾ തെളിയിച്ച് മുന്നേറുന്നതിനിടെയാണ് ഒരു വ്യക്തിയുടെ ഇടപെടൽ ഈ വാഹനത്തെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ നിർണായകമായത്. 1990-91 പേർഷ്യൻ ഗൾഫ് യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യം ഉപയോഗിച്ച ഹംവികൾ ലോകമെമ്പാടുമുള്ള ടെലിവിഷൻ സ്ക്രീനുകളിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ടു. യുദ്ധഭൂമിയിൽ അവർ പ്രകടിപ്പിച്ച കരുത്തും ശേഷിയും പൊതുജനങ്ങളെ ആകർഷിച്ചു. ഈ വാഹനത്തിന്റെ കടുത്ത ആരാധകരിൽ ഒരാളായിരുന്നു നടനും പിൽക്കാലത്ത് കാലിഫോർണിയ ഗവർണറുമായ അർണോൾഡ് ഷ്വാർസനഗർ. 1992-ൽ AM ജനറലുമായി ബന്ധപ്പെട്ട് ഹംവിയുടെ പൊതു ഉപയോഗത്തിനായുള്ള ഒരു പതിപ്പ് നിർമ്മിക്കാൻ അദ്ദേഹം കമ്പനിയെ പ്രേരിപ്പിച്ചു. അങ്ങനെ 1992-ൽ AM ജനറൽ സൈനിക മോഡലിന്റെ ചില മാറ്റങ്ങളോടുകൂടിയ സിവിലിയൻ പതിപ്പ് പുറത്തിറക്കി. അവർ അതിന് നൽകിയ പേരാണ് ഹമ്മർ. പിന്നീട് ഇതിനെ മറ്റ് മോഡലുകളിൽ നിന്ന് വേർതിരിച്ചറിയാൻ H1 എന്ന് വിളിച്ചു. H1 അതിന്റെ സൈനിക പൈതൃകം നിലനിർത്തി. വലിയ വലിപ്പം, ത്രസിപ്പിക്കുന്ന ഓഫ് റോഡ് കഴിവുകൾ, കൂടാതെ അതിന്റെ പ്രത്യേകതയായ സെൻട്രൽ ടയർ ഇൻഫ്ലേഷൻ സിസ്റ്റം CTIS, അതായത് ഡ്രൈവർക്ക് ഉള്ളിൽ ഇരുന്നുകൊണ്ട് ടയറുകളിലെ മർദ്ദം ക്രമീകരിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ. ഇത് H1ന്റെ പ്രത്യേകതയായിരുന്നു. എങ്കിലും H1 പൊതുജനങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വാഹനമായിരുന്നില്ല. അതിന്റെ സൈനിക രൂപകൽപ്പന കാരണം ഉൾവശം സൗകര്യങ്ങൾ കുറഞ്ഞതും നഗരങ്ങളിലെ റോഡുകളിൽ ഓടിക്കാൻ പ്രയാസമുള്ളതും ഇന്ധനം ധാരാളമായി ആവശ്യമുള്ളതുമായിരുന്നു. വിപണിയിലെ വളരെ കുറഞ്ഞ ഉപഭോക്താക്കളെ മാത്രമേ ഇത് ആകർഷിച്ചുള്ളൂ. ഹമ്മർ ഒരു കൾട്ട് ബ്രാൻഡായി വളരുന്നതിനുള്ള പ്രധാന വഴിത്തിരിവ് സംഭവിച്ചത് 1999-ലാണ്. 1999-ൽ വാഹന നിർമ്മാണ ഭീമനായ ജനറൽ മോട്ടോഴ്സ് GM ഹമ്മർ ബ്രാൻഡിന്റെ അവകാശം AM ജനറലിൽ നിന്ന് ഏറ്റെടുത്തു. AM ജനറൽ തുടർന്നും H1 മോഡലുകളും സൈന്യത്തിനുള്ള ഹംവികളും നിർമ്മിച്ചു. എന്നാൽ വിപണനം, വികസനം, മറ്റ് മോഡലുകളുടെ നിർമ്മാണം എന്നിവ GMന്റെ കീഴിലായി. GMന്റെ ലക്ഷ്യം ഹമ്മറിനെ ഒരു ആഡംബര ലൈഫ് സ്റ്റൈൽ ബ്രാൻഡാക്കി മാറ്റുക എന്നതായിരുന്നു. GM ഹമ്മറിനെ പൊതുവിപണിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ 2 പ്രധാന മോഡലുകൾ അവതരിപ്പിച്ചു. സൈനിക സ്വഭാവത്തിൽ നിന്ന് മാറി കൂടുതൽ ആഡംബരവും സൗകര്യവുമുള്ള ഒരു SUV ആയി H2നെ GM അവതരിപ്പിച്ചു. GMന്റെ മറ്റ് ട്രക്കുകളുടെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. അതിനാൽ H1നെ അപേക്ഷിച്ച് ഇതിന് കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാനും കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്താനും കഴിഞ്ഞു. H2ന്റെ വലിയ വലിപ്പവും റഗ്ഡ് രൂപവും സെലിബ്രിറ്റികളുടെ പിന്തുണയും കാരണം ഇതൊരു വലിയ വിജയമായി. അടുത്തതായി 2005-ൽ ഹമ്മർ H3 പുറത്തിറക്കി. H2നേക്കാൾ ചെറുതും ഇന്ധനക്ഷമതയുള്ളതുമായ ഒരു മോഡലായിരുന്നു H3. കൂടുതൽ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്ന വിലയിൽ ഇത് എത്തിച്ചേർന്നു. H3 ഹമ്മറിനെ സാധാരണ കുടുംബങ്ങളിലേക്ക് പോലും എത്തിക്കാൻ സഹായിച്ചു. എന്നാൽ അതിന്റെ ചെറിയ വലിപ്പം ചില ആരാധകരെ നിരാശപ്പെടുത്തി. 2000കളുടെ മധ്യത്തോടെ ഹമ്മർ വാഹനങ്ങൾ ആഗോളതലത്തിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ, സ്റ്റാറ്റസ് സിംബലുകളായി മാറി. ഇവയുടെ വിൽപ്പന വലിയ രീതിയിൽ ഉയർന്നു. കരുത്തിന്റെയും വലിപ്പത്തിന്റെയും പ്രതീകമായി നിന്ന ഹമ്മറിന് കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന ഒരു കാലഘട്ടമായിരുന്നു 2008-ഓടെ. 2008-ലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധി വാഹന വിപണിയെ തകർത്തു. GM പോലും പാപ്പരത്വത്തിന്റെ വക്കിലെത്തി. ആളുകൾ വലിയതും ആഡംബരമുള്ളതുമായ വാഹനങ്ങൾ വാങ്ങുന്നത് കുറച്ചു. ഈ കാലഘട്ടത്തിൽ എണ്ണവില കുത്തനെ ഉയർന്നു. ഹമ്മർ വാഹനങ്ങൾ അമിതമായ ഇന്ധനം ഉപയോഗിക്കുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾ കൂടുതൽ ഇന്ധനക്ഷമതയുള്ള വാഹനങ്ങളിലേക്ക് തിരിഞ്ഞു.
കൂടാതെ ലോകമെമ്പാടും പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാവുകയും ഹമ്മർ പോലുള്ള വാഹനങ്ങൾ അന്തരീക്ഷ മലിനീകരണത്തിന്റെ പ്രതീകങ്ങളായി മുദ്രകുത്തപ്പെടുകയും ചെയ്തു. ഈ വെല്ലുവിളികൾക്കിടയിൽ GM ഹമ്മർ ബ്രാൻഡിനെ വിൽക്കാൻ ശ്രമിച്ചു. 2009 ചൈനീസ് നിർമ്മാതാക്കളായ സിച്ചുവൻ ടെങ്സോങ് ഹെവി ഇൻഡസ്ട്രീസ് ഹമ്മർ വാങ്ങാൻ കരാർ ഒപ്പിട്ടെങ്കിലും ചൈനീസ് സർക്കാരിന്റെ അംഗീകാരം ലഭിക്കാത്തതിനെ തുടർന്ന് ഈ ഇടപാട് പരാജയപ്പെട്ടു. ഈ സാഹചര്യങ്ങളെ തുടർന്ന് ജനറൽ മോട്ടോഴ്സ് 2010 ഹമ്മർ ബ്രാൻഡിന്റെ ഉൽപാദനം പൂർണ്ണമായും അവസാനിപ്പിച്ചു. ശക്തമായ ഒരു അധ്യായത്തിന് അവിടെ വിരാമമായി. ഹമ്മറിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു ദശാബ്ദത്തോളം വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായ ശേഷം അത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു രൂപത്തിൽ തിരികെ എത്തി. ഇലക്ട്രിക് വാഹനങ്ങളുടെ ലോകത്തേക്ക് GM ശക്തമായി കടന്നുവരാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ ഏറ്റവും ശക്തമായ ബ്രാൻഡുകളിൽ ഒന്നിന് EV രൂപത്തിൽ പുനർജന്മം നൽകാൻ അവർ തീരുമാനിച്ചു. ആ ബ്രാൻഡ് ഹമ്മർ ആയിരുന്നു. 2020 GM തങ്ങളുടെ GMC ബ്രാൻഡിന് കീഴിൽ GMC ഹമ്മർ EV പുറത്തിറക്കി. ഇത് വെറും EV അല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതും ആഡംബരമുള്ളതുമായ ഇലക്ട്രിക് സൂപ്പർ ട്രക്ക് SUV എന്ന പദവിയിലേക്കാണ് വന്നത്. ഇതിന് 1000 ഹോഴ്സ് പവർ വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കൂടാതെ വെറും 3 സെക്കൻഡിൽ 0 to 60 മൈൽസ് പെർ അവർ വേഗത കൈവരിക്കാൻ സാധിക്കും. ഹമ്മർ EVയുടെ ഒരു പ്രധാന പ്രത്യേകതയാണ് ഇതിന്റെ ക്രബ്വാക്ക് മോഡ്. ഇതിൽ എല്ലാ ചക്രങ്ങളും ഒരേ ദിശയിൽ തിരിയുകയും വാഹനം ഡയഗണലായി സഞ്ചരിക്കുകയും ചെയ്യും. ഇത് ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാനും ഓഫ് റോഡിങ്ങിനും വളരെ ഉപകാരപ്രദമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ വാഹനത്തെ ഏകദേശം 6 ഇഞ്ച് അധികം ഉയർത്താൻ എക്സ്ട്രാക്ട് മോഡ് സഹായിക്കും. GMന്റെ പുതിയ അൾട്ടിയം ബാറ്ററി സാങ്കേതികവിദ്യയാണ് ഹമ്മർ EVക്ക് കരുത്തേകുന്നത്. ഇന്ന് ഹമ്മർ EV പഴയ ഇന്ധനം കുടിക്കുന്ന ഭീമാകാരൻ എന്ന പ്രതിച്ഛായയെ മാറ്റി സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്നതും പരിസ്ഥിതി സൗഹൃദവുമായ ഒരു ആഡംബര ഓഫ് റോഡറായി മാറിയിരിക്കുന്നു. ഇത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കരുത്തും വലിപ്പവും നൽകാൻ കഴിയുമെന്നും ഹമ്മറിന്റെ പാരമ്പര്യത്തെ ഭാവിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നും തെളിയിച്ചു. ഹമ്മറിന്റെ ചരിത്രം അമേരിക്കൻ സ്വപ്നത്തിന്റെയും സാങ്കേതിക പരിണാമത്തിന്റെയും വിപണിയിലെ മാറ്റങ്ങളോടുള്ള പ്രതികരണത്തിന്റെയും കഥയാണ്. യുദ്ധത്തിനു വേണ്ടി ജനിച്ച ഹംവി ആഡംബരത്തിന്റെ പ്രതീകമായ H1, H2, H3 മോഡലുകളിലൂടെ ലോകമെമ്പാടും പ്രശസ്തനായി. പിന്നീട് ഇന്ധന പ്രതിസന്ധികളിലും സാമ്പത്തിക തകർച്ചയിലും മങ്ങിപ്പോയെങ്കിലും ജനറൽ മോട്ടോഴ്സിന്റെ ഇലക്ട്രിക് വാഹനങ്ങളോടുള്ള പ്രതിബദ്ധതയിലൂടെ ഹമ്മർ EV എന്ന പുതിയ യുഗപ്പിറവിക്ക് കാരണമായി. സൈനിക കരുത്തിൽ നിന്ന് ആരംഭിച്ച് ഇലക്ട്രിക് ഭാവിയിലേക്ക് കടന്ന ഈ ഭീമാകാരന്റെ യാത്ര എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ശക്തമായ ഒരു ബ്രാൻഡിന് പുതിയ രൂപത്തിൽ പുനർജനിക്കാൻ സാധിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്.